സ്റ്റാർ ക്യാമറ, ആക്ഷൻ. ടിങ് ടോങ്. ഞാൻ അടിച്ചിട്ടുള്ള കാര്യം നിന്റെ അമ്മ അറിഞ്ഞില്ല. ആക്ടിങ്. ഞാൻ അടിച്ചത് മനസ്സിലായിട്ടില്ല, അതും ആക്ടിങ് തന്നെയാ. മാട്ട സാധനം അടിച്ചു വന്നിട്ട് acting. അതെങ്ങനെ ചെയ്ത്? പരിചയസമ്പത്തുണ്ടല്ലോ. ഞാനൊക്കെ തന്ത വൈബല്ലേ. അയ്യോ, സമ്മറിൻ ബത്ലഹേം. സുരേഷ് ഗോപി ചെയ്ത ക്യാരക്ടറാണ് എനിക്ക്. എന്റെ ക്യാരക്ടറിന് വേറെ ആരെങ്കിലും വിളിക്കാൻ ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് മറ്റേത് മതി. എനിക്ക് 5 ഹീറോയിനായിട്ട് കൺഫ്യൂഷൻ തീർക്കണമെന്നുള്ള പാട്ട് പാടണം. എന്തിനാ ഇത് പോയത് ചെയ്തതെന്ന് തോന്നുന്ന വേഷങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായോ? ആരുടെയും മിസ്റ്റേക്ക് അല്ല. ഈ 2.5 വർഷം കൊണ്ട് എടുത്ത് ഫൈനൽ എഡിറ്റ് സമയം വരുന്ന ഏകദേശം 4 മണിക്കൂർ 5 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് അവസാനം ഇത് 2.5 മണിക്കൂർ ആക്കാൻ വേണ്ടി വെട്ടുന്ന വെട്ടലില് ചിലപ്പോൾ നമ്മളുണ്ടാവില്ല, പക്ഷെ തുടക്കം ഉണ്ടാവില്ല. നല്ല നല്ല തമാശകൾ പോയി, അത് പോയി, ഇതെല്ലാം പോയി. അവസാനം എന്തിനാണ് എന്ന ആളുകൾ ചോദിക്കുന്ന രീതിയിൽ എന്തിനാ ഇത് പോയി ചെയ്തതെന്ന്. നമ്മൾ അല്ലു അർജുൻ്റെ കൂടെ ചെയ്ത് അലാ വൈകുണ്ഠപുരം ചെയ്തപ്പോൾ ചിലതൊക്കെ ഓർക്കാൻ നമുക്ക് എത്ര പോയാലും തലയിൽ കയറില്ല പഠിച്ചാലും. എന്നിട്ട് അവസാനം ഞാൻ അല്ലു അർജുനോട് തന്നെ പറഞ്ഞു, എന്നിട്ട് ഈ പാവത്തിന്റെ നെഞ്ചിലും നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു ഞാൻ. ഡയലോഗ് ഭസ്മം ഇട്ട പോലെ ഒരു പേപ്പർ നെറ്റിയില് ആ ഒരു വാക്ക് ചോദിച്ച സന്തോഷങ്ങൾ നടക്കുന്ന സമയത്ത് ഓരോ ഷോട്ടിനും എനിക്കറിയില്ല അത് എന്തിനാ അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെന്ന്. സത്യനങ്കിളി വന്നിട്ട് എന്നെ തോളത്തെടുത്തോണ്ട് പോയാലേ ഞാൻ വരികയുള്ളൂ എന്ന് പറയും. പാവം സത്യേട്ടൻ വന്നിട്ട് ഇവനെ പൊക്കിയെടുത്ത് ഷോൾഡറിൽ അങ്ങനെ ഇരുത്തിയിട്ട് ഓരോ ഷോട്ടിനും എടുത്തോണ്ടു. ഞാൻ പറഞ്ഞു, നിനക്ക് ഇത് ആരുടെ തോളത്തെ കേറുന്നൊക്കെ വല്ല അറിവുണ്ടോ? ഓക്കെ, മലയാളികൾ മിസ് ചെയ്ത ജയറാം ഇസ് ബാക്ക്. ആശകൾ 1000. ജയറാമേട്ടാ, വെൽക്കം ടു സ്റ്റാർ ജാം. താങ്ക് യു റാഫി, താങ്ക് യു. അപ്പോൾ മലയാളികൾക്ക് 1000 ആശകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു റോളിൽ, നമ്മൾ മിസ് ചെയ്ത റോളിൽ ജയറാമേട്ടൻ വരണമെന്ന്. 2019 വരേക്കും കുറേ സിനിമകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഈ ഒരേ ടൈപ്പ് ഓഫ് സിനിമകൾ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ തോന്നിയിരുന്നതാണ്. അപ്പം ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമുണ്ട്, നല്ല സിനിമ വരുമ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ അത് തിയേറ്ററിൽ ഓടിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഞാൻ എടുക്കുന്ന ഡിസിഷൻ തെറ്റായിരിക്കാം. കാരണം സിനിമകളൊക്കെ മാറി, കാലഘട്ടത്തിലെല്ലാം മൊത്തം മാറി വരുന്ന സമയമാണ്. സോ എങ്കിൽ പോലും ഒരു വെറുതെ ഒരു സിനിമ, ഈ സിനിമ എന്തിനാ ജയറാം ചെയ്തതെന്ന് ചോദിക്കാൻ എപ്പോഴും 2 സിനിമകൾ എന്നെ തേടി വന്നതിൽ എനിക്കൊരു നല്ല ഇതായിട്ട് തോന്നി. ഒന്ന് ഓസ്ലർ ചെയ്തു, മകൾ സത്യേട്ടൻ. ഇത് രണ്ടും എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. അതിനുശേഷം ഒരു നല്ല സിനിമ വരാത്തതുകൊണ്ടാണ് കേട്ടോ ചെയ്യാത്തത്. നിറയെ പേര് ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ചെയ്തില്ല. ഒന്നും വന്നില്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കിട്ടിയ സമയങ്ങളിൽ മറ്റു ഭാഷകളിൽ നായകനല്ലെങ്കിൽ പോലും നല്ല നല്ല വേഷങ്ങളും ഉണ്ടായിരുന്നു. എന്തിനാ ഇത് പോയത് ചെയ്തതെന്ന് തോന്നുന്ന വേഷങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായോ ചോദിച്ചാൽ അത് ആരുടെയും മിസ്റ്റേക്ക് അല്ല. കഥ കേൾക്കുമ്പോൾ നമ്മൾ തന്നെയാണ് ആദ്യം തൊട്ട് അവസാനം വരെ. ഇതിൻ്റെ എടുക്കുന്ന സമയം 2 വർഷവും 2.5 വർഷമാണ്. ഈ 2.5 വർഷം കൊണ്ട് എടുത്ത് ഫൈനൽ എഡിറ്റ് സമയം വരുന്ന ഏകദേശം 4 മണിക്കൂർ 5 മണിക്കൂറാണ്. അത് കഴിഞ്ഞ് അവസാനം ഇത് 2.5 മണിക്കൂർ ആക്കാൻ വേണ്ടി വെട്ടുന്ന വെട്ടലില് ചിലപ്പോൾ നമ്മളുണ്ടാവില്ല, പക്ഷെ തുടക്കം ഉണ്ടാവില്ല. നല്ല നല്ല തമാശകൾ പോയി, അത് പോയി, ഇതെല്ലാം പോയി. അവസാനം എന്തിനാണ് എന്ന ആളുകൾ ചോദിക്കുന്ന രീതിയിൽ എന്തിനാ ഇത് പോയി ചെയ്തതെന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാന്താര പോലെയുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള പടങ്ങളിലെ ഭാഗമാകാൻ സാധിച്ചു. ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആയിരുന്നു. ആ സമയത്താണ് ജൂഡ് ഇങ്ങനത്തെ ഒരു കഥയുമായിട്ട് വരുന്നത്. ജൂഡ് എപ്പോഴും പറയാറുണ്ട്, ഈ പഴയ സത്യനന്ദിക്കാട് സിനിമകളൊക്കെ ഇല്ലേ, ശ്രീനിവാസൻ എഴുതിയ, ലോഹിദാസ് എഴുതിയ, രഘുനാഥ് പലേരി എഴുതിയ അങ്ങനത്തെ സിനിമകളുടെ, ഈ ഗ്രാമീണ സിനിമകളുടെ, അല്ലെങ്കിൽ ഈ വീടിനകത്ത് നടക്കുന്ന കഥകൾ, ചെറിയ ചെറിയ ഇമോഷൻസ് ഉള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എപ്പോഴും പറയും. അപ്പോൾ എന്നിട്ട് അങ്ങനെ തന്നെയാണ് ജൂഡ് പറയാറ്. പടത്തിൻ്റെ പേരെടുത്ത് തന്നെ പറയും. ഇപ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ പോലെ, അല്ലെങ്കിൽ തൂവൽ കൊട്ടാരം പോലെ, പൊന്മുട്ടയിടുന്ന താറാവ് പോലത്തെ അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഒരു കഥയുമായിട്ട് വന്നാൽ ജയറാമും കാളിദാസനും കൂടെ അഭിനയിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് പ്ലെയിനിൽ വെച്ചാണ് കഥ പറയുന്നത്. അതെ 2018 ഒരു വിജയം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്. കഥ പറഞ്ഞില്ല, എൻ്റെ മനസ്സിലൊരു ഭയങ്കര തോട്ടുണ്ട്, നിങ്ങൾ 2 പേര്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിങ്ങനെ ഒരുപാട് പേരിങ്ങനെ അച്ഛൻ മകൻ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ തന്നെ അത് ഒഴിവാക്കി വിടും, മോൻ തന്നെ. ഒന്നുമില്ലപ്പാ, നമ്മൾ നല്ല 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇന്ന് കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. ഇത് ഇനി അത്രയ്ക്ക് ഒരു നല്ലൊരു സിനിമ എപ്പോഴെങ്കിലും വരുമ്പോൾ ചെയ്യാം. അതിപ്പോഴാണ് വന്നത്. അതിൽ ഭയങ്കര ഇതായിട്ട് തോന്നി. അതിനൊരു 23 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ആക്ച്വലി നോക്കുകയാണ്. അപ്പോൾ 23 വർഷത്തിന് ശേഷം ജൂഡ് പറഞ്ഞ എന്താണ് എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് 2 പേരെയും? ജൂഡ് ആദ്യം ആരോടെ പറഞ്ഞു? അല്ല, എക്സൈറ്റ് ചെയ്യിക്കാൻ പാകത്തിന് ഇതൊരു മഹോത്തര സിനിമയാണെന്ന് ഒന്നും പറയുന്നില്ല കേട്ടോ. ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്, ഇതിൽ അതുണ്ട് ഇതിൻ്റെ ഒന്നുമില്ലാത്ത ഒരു വളരെ ചെറിയ മൂവിയാണ്. 80s വന്നിട്ടുള്ള പോലെ, അല്ലെങ്കിൽ 90s വന്നിട്ടുള്ള പോലെ, ഒരു വീട്ടിൽ അച്ഛനും അമ്മയും
2 കുട്ടികളും, ഒരു മകനും മകളും. ഇവർ തമ്മിൽ നടക്കുന്ന ചെറിയ ചെറിയ ഇമോഷൻസ് ഇല്ലേ, എല്ലാ വീടുകളിലും നടക്കുന്ന. ഈ തമിഴിൽ എപ്പോഴും പറയും ഈ വീട്ടുക്ക് വീട്ട് വാശപ്പടിയെന്ന്. അതായത് നമ്മൾ കാണുമ്പോൾ അവിടെ ഭയങ്കര സന്തോഷമാണെന്ന് നമ്മൾ വിചാരിക്കും. അവരുടെ അകത്ത് പോകുമ്പോൾ അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഒരുപാട് ദുഃഖങ്ങൾ അവർക്കുണ്ടാവും. അതെല്ലാ വീടുകളിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഇമോഷൻസും അവർക്കിടയിൽ ഉണ്ടാകുന്ന രസകരമായിട്ടുള്ള കാര്യങ്ങളും ഇവർ തമ്മിലുള്ള ചില അത് എല്ലാം ചേർന്നിട്ടുള്ള സിനിമ. അതാണ് അതിനകത്തൊരു ക്യൂട്ട്നെസ്, ഒരു കൗതുകം തോന്നിയത്. നമുക്ക് ഒരുമിക്കാം, അച്ഛനും മകനും ഒരുമിക്കാന്ന് തോന്നിയ പോയിന്റ് ഏതാ? അങ്ങനെ ഇല്ല. ഇപ്പം ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഇത് വന്നപ്പോൾ, ടീസർ പോലെ ചെറുതായിട്ട് വന്നപ്പോൾ ഞങ്ങൾ 2 പേരും വെള്ളം അടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന പോലത്തെ ഇതുണ്ടായിരുന്നു. അപ്പോൾ നിറയെ പേര് ചോദിച്ചു, വീട്ടിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പം മോൻ പറഞ്ഞ അതാണ്, 2 പേരും ഒരുമിച്ച് വന്നിട്ടില്ല, വേറെ ടൈമിൽ വന്നുള്ളൂ, വേറെ ടൈമിൽ വരാതെ. അപ്പൊ ഈ കോളിംഗ് ബെല്ല് അടിച്ച് വാതിൽ തുറക്കുന്നതോടെ നമ്മൾ ആ ടീസറിലേക്ക് ഇന്നാവും 2 പേരും. ശരിക്കും അടിച്ചു വരുന്ന പോലെ തന്നെ ഉണ്ട്. സത്യമായിട്ട് അടിച്ചിട്ടില്ല. അതെങ്ങനെ ചെയ്ത് ചോദിച്ചാൽ എന്താ പറയാ, അത് ആ വക കാര്യങ്ങൾക്കൊന്നും അഭിനയിക്കണ്ടല്ലോ. പിന്നല്ലാതെ ഞാൻ ഇപ്പൊ ഒരു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം ഇട്ടെന്ന് ചേരാൻ വേണ്ടി സ്വിച്ച് ചെയ്ത് ആ ലുക്കിലേക്ക് മാറാൻ പറ്റുമോ? പിന്നെന്താ ഇല്ലേ, ടിങ് ടോങ്. ഞാൻ അടിച്ചിട്ടുള്ള കാര്യം നിന്റെ അമ്മ അറിഞ്ഞില്ല, ആണ് ആക്ടിങ്. ഞാൻ അടിച്ച കാര്യം അമ്മ അറിഞ്ഞിട്ടില്ല, അതും ആക്ടിങ് തന്നെ. ഓ അയ്യോ സ്വാമി, അതാണ് ആക്ടിങ്. കാളിദാസിനെ കാണുമ്പം 90s അല്ലെങ്കിൽ പണ്ടത്തെ അപരനിലെ ജയറാമേട്ടനാണെന്ന് ഒരുപാട് കമന്റ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പരസ്പരം തോന്നി സംസാരിച്ച കാളിദാസിനോട് പറഞ്ഞോ? പണ്ട് ഞാൻ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് ദുബായിൽ പ്രോഗ്രാമിന് പോയപ്പോൾ അന്ന് ഫസ്റ്റ് എടുത്തൊരു വീഡിയോ ഉണ്ട്. എങ്ങനെ സിനിമയിൽ ചാൻസ് ഒക്കെ നോക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി, സിനിമ ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ആ വീഡിയോയിലുള്ള എൻ്റെ ഫോട്ടോ ആണ് നിറയെ പേര് അത് വിന്റേജ് ജയറാമെന്ന് പറയുന്നുണ്ട്. നിറയെ പേര് പറയും മറ്റേ ജയറാമിനെ പോലെ ആയിരിക്കണേന്ന് പറയുമ്പോൾ ഈ അവകാശവാദങ്ങളുണ്ടല്ലോ. അപ്പോൾ അശ്വതി പറയും, ഉവ്വ ആ കണ്ണ് അതുപോലെ കിട്ടിയിരുന്നെങ്കിൽ അറിയായിരുന്നു വിവരം എന്ന് പറയും. പാർവതിയുടെ കണ്ണാണ് കിട്ടിയിരിക്കുന്നത്, എൻ്റെ കണ്ണ് കിട്ടിയ ഒരു വരച്ച പോലെ ഇങ്ങനെ അത് കണ്ണും കാണില്ല എന്ന് പറയും. നമ്മൾ ട്രോൾ ചെയ്താണ്. പിന്നല്ലാതെ നമ്മൾ ടീസറിൽ കണ്ട ആ സീനിലേക്ക് പോകാം നമുക്ക്. അതിൽ ചേട്ടനും കാളിദാസനും കൂടി വരുന്നു. അത് സിംഗിൾ ടേക്ക് ആണോ? ഒറ്റ ടേക്കാ? ആണോ? സിംഗിൾ ടേക്ക് തന്നെ. ശരിക്കും അതെല്ലാം പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ റിഹേഴ്സലിന്റെ ആവശ്യമില്ല, രണ്ടാക്കും വേണ്ടെന്നാണ്. അതിന്റെ കാര്യം ഞാൻ പറയില്ല, എന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത്. ഈ വിന്റേജ് ജയറാമാണ് കാളിദാസൻ എന്ന് കമന്റ്സ് വരുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അന്നത്തെ ജയറാമേട്ടനെയും കാളിദാസനെയും ചെറുതായിട്ടൊന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയണം. അന്നത്തെ ജയറാമേട്ടനും ഇപ്പോഴത്തെ കാളിദാസനും തമ്മിൽ സെറ്റിൽ വരുമ്പോൾ ഉള്ള ഒരു മാറ്റം ചോദിച്ചാൽ എന്താണ്? അന്ന് കൊച്ചു സന്തോഷങ്ങൾ നടക്കുന്ന സമയത്ത് ഓരോ ഷോട്ടിനും എനിക്കറിയില്ല അത് എന്തിനാ അവൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നെന്ന്. സത്യനങ്കിൽ വന്നിട്ട് എന്നെ തോളത്തെടുത്തുകൊണ്ട് പോയാലേ ഞാൻ വരികയുള്ളൂ എന്ന് പറയും. അങ്ങനെ പാവം സത്യേട്ടൻ വന്നിട്ട് ഇവനെ പൊക്കിയെടുത്ത് ഷോൾഡറിൽ, ഈ 2 ഷോൾഡറിൽ കൂടെ കാലിട്ടില്ലേ, അങ്ങനെ ഇരുത്തിയിട്ട് ഓരോ ഷോട്ടിനും എടുത്തുകൊണ്ട് പോകും. എടുത്തുകൊണ്ട് പോയിട്ട് എല്ലാം ഞാൻ ചോദിച്ചു, സത്യമായിട്ട് സാരില്ല, അവൻ ചോദിക്കണല്ലേ, ഇരിക്കട്ടെ, ബാമോനെ കയറിക്കോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, നിനക്കിത് ആരുടെ തോളത്താ കയറുന്നതെന്നൊക്കെ വല്ല അറിവുണ്ടോ? മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സംവിധായകന്റെ തോന്നി വാ എന്നെ തോളത്ത് കയറ്റ് കൊണ്ടുപോകും. അങ്ങനെ അതാണ് അവൻ ഷൂട്ടിങ്ങിന് പോകുന്നത്. നമ്മൾ സെയിം ഡയറക്ടറെ തൊഴുതിട്ട് ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട്. അതാണ് വ്യത്യാസം. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ വ്യത്യാസങ്ങളായിട്ട് എനിക്കില്ല. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഉള്ളത്, അന്ന് എല്ലാം ഷെയർ ചെയ്യണം. നമ്മൾ റൂം ഷെയർ ചെയ്യണം, നമ്മൾ കാറ് ഷെയർ ചെയ്യണം. ഇപ്പം രാവിലെ ഇപ്പോൾ പൊന്മുട്ടയിടുന്ന താറാവ് എന്നുള്ള സിനിമ എനിക്ക് ചിലപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 3 മണിക്കോ ഷൂട്ടിംഗ് ഉള്ളൂ. ആ സമയത്ത് വന്നില്ല. രാവിലെ എല്ലാവരും പോകുന്ന കാറിൽ, ഇപ്പം എൻ്റെ കാറിൽ തന്നെ ശങ്കരാടി ചേട്ടനുണ്ടാവും, പറവൂർ ഭരതേട്ടനുണ്ടാവും, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ടാവും, മാമുക്കുണ്ട്. ഒരു 5 പേര് 6 പേര് ഒരു കാറിൽ പോകും. ഒരു അംബാസഡർ കാറായിരിക്കും. അപ്പോൾ എനിക്ക് ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ പോലും ഞാൻ റെഡിയായിട്ട് നേരത്തെ താഴെ വന്ന് നിൽക്കും. കാരണം നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ളവരൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കാരണമല്ലോ. പിന്നെ അയ്യോ, അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ഷൂട്ടിംഗ് നേരത്തെ തീർന്നു വയ്ക്കാം. തീർന്നാൽ ഇത് തന്നെ അവസ്ഥ. ഇവരെല്ലാവരും വരുന്ന സമയം വരയ്ക്കും വെയിറ്റ് ചെയ്ത്, അല്ലാണ്ട് നമുക്ക് വേണ്ടി കാർ ഓടുകയൊന്നുമില്ല. അതേപോലെ എൻ്റെ റൂമിൽ ആരെങ്കിലും ഉണ്ടാവും, 1 ആളോ 2 ആളോ നമുക്ക് ഷെയർ ചെയ്യണം. ഇന്നതില്ല.
സ്വന്തമായിട്ടുള്ള കാറിൽ നേരെ കാലത്ത് വന്ന് ഇറങ്ങാൻ പറ്റുന്നു. അതൊരു വലിയ വ്യത്യാസം തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളുടെ സമയവും അതിനനുസരിച്ച് വരാൻ പറ്റുക. ആക്ടിങ്ങിൽ വ്യത്യാസം എന്താണ്? അതിലൊന്നും വ്യത്യാസം വന്നിട്ടില്ലെന്ന്, അതിലൊന്നും വലിയ കാര്യമായിട്ട് വ്യത്യാസം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് ഈ 2C ക്യാമറ, ഫിലിം, അതിൻ്റെ ഒരു ടെൻഷൻ, ഒരു ക്യാൻ തീരുന്നതിന് മുമ്പ് നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊന്ന്. അടുത്തത് ടേക്ക് പോവാം, ആകെ ഇനി 70 അടിയുള്ളൂ, അറിയാലോ അല്ലേ ഇപ്പോൾ ഫിലിമിൻ്റെ വില, തിന്നുവോ, കുഴപ്പമാക്കുമോ, എടുക്കാം, അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആദ്യം കൂടും. ഭഗവാനെ എങ്ങാനും 1 more വന്നാൽ ഈ ഫിലിമിൻ്റെ കാശ് ഇത്രയും പോയി എന്ന് പറഞ്ഞിട്ട് ഇന്ന് അങ്ങനെയല്ലല്ലോ. 1000 ടേക്ക് പണി എടുത്താലും ഒന്നുമില്ലല്ലോ, ചുമ്മാ ഒരു ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി ആർട്ടിസ്റ്റിനൊക്കെ എനിക്ക് തോന്നുന്നത് സുഖമാണ്. അവർ തന്നെ പോയിട്ട് പിന്നെ അവർക്ക് അപ്പം കാണാം. മറ്റേ നമ്മൾ ഈ അഭിനയിച്ച സാധനം മെഡ്രാസിൽ വന്നിട്ട് ഫിലിമായി അവസാനമായി റിലീസിന്റെ തലേ ദിവസമാണ് ഇത് കഴുകി വാഷ് ചെയ്ത് കാണുന്നത്, എന്തായിന്ന് അറിയണത്. ഇപ്പോഴും മോണിറ്ററിൽ ഞാൻ പോയി നോക്കാറില്ല. നോക്കാൻ തുടങ്ങിയോ? ഇല്ല, ഞാൻ നോക്കില്ല. ഈ പടത്തിൽ നോക്കിയില്ല? ഒരു പടത്തിൽ നോക്കില്ല. അത് ഡയറക്ടർ ഓക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ അതിനകത്ത് പോയി കുഞ്ഞു നോക്കേണ്ട കാര്യമല്ല, അത് അവർ നോക്കിയിരിക്കുന്നു. പിന്നെ വല്ല കണ്ടിന്യൂറ്റിയോ എന്തെങ്കിലും ജയറാം 1 മിനിറ്റ് ഇഞ്ഞ് വരൂ, നോക്കിയേ ഈ കൈ ഇങ്ങനെ വെക്കുന്ന അവിടെ നന്നായിട്ടില്ല, അത് മാറ്റിയിട്ട് ഒന്ന് ചെയ്യാം, അങ്ങനെ അത് മാത്രം ഒന്ന് പോയി ഓ ശരി ശരി ശരി. പക്ഷെ ഇപ്പൊ കാളിദാസൻ നോക്കിയിട്ട് വന്ന് പറയോ അച്ഛാ ഓക്കെ ആയിട്ടുണ്ട്? ഇല്ല, അല്ല, പുതിയ ജനറേഷൻ കുട്ടികളെല്ലാവരും അത് നല്ലതാണ്, അല്ലാണ്ട് അത് ചീത്തയല്ല. കാരണം അവർക്ക് അവരുടെ തെറ്റ് തിരുത്തി രണ്ടാമത് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ക്യാമറ റെഡിയാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അത് പോയി നോക്കണം. നോക്കിയില്ലെങ്കിലാണ് പ്രശ്നം. നമ്മളങ്ങനെ ശീലിച്ചു പോയി. അതെ, ആ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ അത് ഓക്കെ ആയി എന്നുള്ളത് ശീലിച്ചു പോയി. ഓക്കെ. അടുത്ത സാധനം ലുക്കിൽ ആരാണ്? ലുക്കില് ആരാണ്? അച്ഛനാണ് മകനാണ്? ലുക്കിൽ ഉദ്ദേശിച്ചത് സൗന്ദര്യം. അത് ഞാനെങ്ങനെ പറയുക, കാണുന്ന ആൾക്കാർ പറയേണ്ട കാര്യമാണ്. സൗന്ദര്യബോധം ഓരോരുത്തർക്കും ഓരോ ടൈപ്പാണ്. എന്നാലും അച്ഛനും മകനും അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? നീ ഇപ്പൊ എന്നെ പോലെ ആണെന്നൊക്കെ പറയുന്നു, പക്ഷെ ഞാൻ നിന്നെക്കാട്ടിലും അന്ന് വേറെ ലെവലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയില്ല. എന്നാലും പുതിയ കുട്ടികളുടെയൊക്കെ ഒരു ഡ്രസ്സിങ്ങും അവരുടേതായിട്ടുള്ള ഇതും ബാക്കി ഇതൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരു പഴഞ്ചൻ തന്നെയാണ് ഇപ്പോഴും. അതെ, മതി. ലുക്കൊക്കെ പുതിയ ആൾക്കാർക്ക്, പുതിയ കുട്ടികളൊക്കെ തന്നെയാണ്. കാളിദാസിന് കൊടുത്തു, അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ ബാറ്റ്മാൻ ടീഷർട്ടൊക്കെ ഇട്ടാണ് ബാറ്റ്മാൻ ടീഷർട്ട് അവൻ മേടിച്ചെന്നാ. അല്ലാണ്ട് ഞാൻ എവിടെയെങ്കിലും ഇറങ്ങുകയാണെങ്കിൽ ഒരു മുണ്ട് ഷർട്ടും കിട്ടിയ ഷർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങും. ഷർട്ട് ഇടാൻ നിൽക്കായിരുന്നു, നമ്മൾ പറഞ്ഞു ഇത് മതി എന്ന് പറഞ്ഞിട്ടാണ് കൺവിൻസ് ചെയ്ത് നമ്മൾ ഇരുത്തിയത്. ഓക്കെ. ബാറ്റ്മാൻ ഫാനാണ് കാളിദാസൻ? കാളിദാസൻ ബാറ്റ്മാൻ ഫാനാണ് ആണല്ലേ? ഇപ്പോഴും അങ്ങനെ ബാറ്റ്മാൻ്റെ മറ്റേ ഇത് ഒരു കൈ മേടിച്ച് വെച്ചിരിക്കുന്നത് ബാറ്റ്മാനാണോ സൂപ്പർമാനാണോ അറിയില്ല. വലിയ കൈ ഒരെണ്ണം, വലിയ തലവനെ മാസ്ക് വെച്ചിട്ടുള്ളത്, റൂം മുഴുവൻ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ, പുറമേ പോകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തപ്പി മേടിക്കും. ഈ ബാറ്ററി വെച്ച് കൈ ഇങ്ങനെ അനക്കുക, ബാറ്റ്മാൻ്റെ ഇടിക്കുന്ന സാധനം വരിക. ഞാൻ പറഞ്ഞു ആള് വളർന്നു, പക്ഷെ മനസ്സ് വളർന്നിട്ടില്ലായിരുന്നു. തിരിച്ചു വേണമെങ്കിൽ അങ്ങ് പറയാം, ജയറാമേട്ടന്റെ ആനപ്രേമത്തിനെ പറ്റി വേണമെങ്കിൽ അതിന് പിന്നെ കമന്റ് ഇടും. അത് ശരിയാണ് കേട്ടോ. ആനയും ചെണ്ടയും, എവിടെ ചെണ്ടപ്പുറത്ത് കോലുണ്ടെങ്കിലും നമ്മളവിടെ ഉണ്ട്. അടിപൊളി. അപ്പോൾ 90s ജയറാമേട്ടന് തിരിച്ചു കിട്ടിയെന്ന് കമന്റ്സ് ഉള്ളതുകൊണ്ട് ഒരു സ്പെഷ്യൽ റൗണ്ടാണ്. 90s ഇറങ്ങിയ ജയറാമേട്ടൻ്റെ പടങ്ങൾ ഞാൻ പറയും, അതിൽ നിന്ന് 2 എണ്ണത്തിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് ഇങ്ങനെ പോകണം. അപ്പോൾ തുടങ്ങുകയാണ്. സന്ദേശം, കല്യാണ മന്ത്രം. സന്ദേശം. സന്ദേശം എന്ന് പറഞ്ഞാൽ കാലഘട്ടങ്ങൾ അതിജീവിച്ചൊരു സിനിമ. പിന്നെ രണ്ടും എഴുതിയിരിക്കുന്ന ഒരേ റൈറ്റർ തന്നെ, ശ്രീനിവാസൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. 2 തരത്തിൽ 2 സിനിമയും അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല ഒരു പേരെനിക്ക് ഉണ്ടാക്കി തന്ന എല്ലാം ആണെങ്കിൽ പോലും ഇപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ എൻ്റെ പ്രണയം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കല്യാണ മന്ത്രം. ഒറിജിനൽ പ്രണയം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് സന്ദേശം, എന്നാലും ഒരു വെയിറ്റ് കൂടുതൽ തൂങ്ങുക സന്ദേശം തന്നെയാണ്. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ സന്ദേശം മേലെപ്പറമ്പിലാണ് വീട്. മേലെപ്പറമ്പിലാണ് വീട് ആണോ? സന്ദേശം പോയപ്പോൾ? അല്ല, പോയിട്ടില്ല. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം രാജസേനൻ്റെ മേലെപ്പറമ്പിലാണ് വീട് എനിക്ക് ഭയങ്കര ഒരു തിരിച്ചൊരു റീ എൻട്രി ഉണ്ടാക്കി തന്ന സിനിമയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിപ്പോൾ തീർച്ചയായിട്ടും അത് ഓർക്കാതെ പറ്റില്ല. ഓക്കെ. മേലെപ്പറമ്പിലാണ് വീട്, CID ഉണ്ണികൃഷ്ണൻ BA. മേലെപ്പറമ്പിലാണ് വീട്. ഓക്കെ. അപ്പം മേലെപ്പറമ്പിലാണ് വീട്
അനിയൻ ബാവ ചേട്ടൻ ബാവ ലാസ്റ്റ് ഏത് വന്ന് നിൽക്കും നമ്മൾ നോക്കാം. അയ്യോ, എന്നാ അനിയൻ ബാവ ചേട്ടൻ ബാവ. ഓ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അനിയൻ ബാവ ചേട്ടൻ ബാവ ആദ്യത്തെ കൺമണി. അനിയൻ ബാവ തന്നെ ഇരിക്കട്ടെ. ഓക്കെ. അപ്പോൾ അനിയൻ ബാവ ചേട്ടൻ ബാവ പുതുക്കോട്ടയിലെ പുതുമണവാളൻ. എന്നാ പിന്നെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം, പുതുക്കോട്ടയിലെ പുതുമണവാളൻ. അത് കാര്യം എന്ന് വെച്ചാൽ റാഫി മെക്കാട്ടിനും ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ഓക്കെ. ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത പുതുക്കോട്ടയിലെ പുതുമണവാളൻ തൂവൽ കൊട്ടാരം. തൂവൽ കൊട്ടാരം. ഓക്കെ. റീസൺ ചോദിക്കണോ? റീസൺ എൻ്റെ ജീവിതവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ജോലികൾ അന്നും ചെയ്യുന്നു ഇന്നും ചെയ്യുന്ന ആളാണ്. ഒരേ ഒരു ഇതിൽ ഒതുങ്ങിപ്പോയിട്ടില്ല ഞാൻ. എൻ്റെ കോളേജ് ടൈം കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ പല ആളുകളുടെയും ഇലക്ഷൻ സമയത്ത് അനൗൺസ്മെൻറ്റിന് പോവും. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഒരുപാട് അന്ന് നാടകത്തിൽ മറ്റേ ഇത് അഭിനയിക്കാൻ പോവും, മറ്റേ വേറെ പലതിനും ശബ്ദം കൊടുക്കാൻ പോവും, ബാലയ്ക്ക് ശബ്ദം കൊടുക്കാൻ പോവും, മറ്റേ അങ്ങനെ എല്ലാം മിമിക്രിക്ക് പോവും. ആ സമയത്ത് എനിക്ക് ജോലിയുണ്ട്, ഒരു കെമിക്കൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ്, അതിന് പോവും. അപ്പോൾ ഒരുപാട് ജോലികൾ ചെയ്യുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് അതിനകത്ത്. അപ്പോൾ എൻ്റെ ജീവിതമായിട്ട് അത് ബന്ധമുള്ളതുകൊണ്ട് തൂവൽ കൊട്ടാരം. തൂവൽ കൊട്ടാരം, ചെണ്ട വക്കീൽ. അങ്ങനെയാണെങ്കിൽ തൂവൽ കൊട്ടാരം സ്വപ്നലോകത്തിലെ ബാലഭാസ്കരൻ. തൂവൽ കൊട്ടാരം. തൂവൽ കൊട്ടാരം. തൂവൽ കൊട്ടാരം സമ്മറിൻ ബത്ലഹേം. ഒന്ന് ഷിഫ്റ്റ് ആവും. ഷിഫ്റ്റ് ആവുമെന്ന് ചോദിച്ചാൽ അല്ല, ഒന്നുമില്ല. ഇത് ആദ്യം തമിഴിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയത്. ഓക്കെ. പ്രഭു സാറും ഞാനുമായിരുന്നു. ഒരാഴ്ച ഷൂട്ടിംഗ് നടന്നു. ഓക്കെ. അപ്പോൾ ഇതിൽ തമിഴിൽ സുരേഷ് ഗോപി ചെയ്ത വേഷമാണ് പ്രഭു സാർ ചെയ്തത്. ഓക്കെ. മറ്റേ ക്യാരക്ടറായിരുന്നു ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഈ ഷൂട്ടിംഗ് നിന്നു വേറെ ചില കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ പെട്ടെന്ന് സിയാദ് കോക്കർ വരുന്നു, മലയാളത്തിൽ ഞാനത് ചെയ്യാം ഇമ്മീഡിയറ്റ്, അങ്ങനെയാണ് ഇത്രയും നല്ലത് സ്റ്റോപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ പെട്ടെന്ന് മലയാളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങുന്നു. അപ്പോൾ സുരേഷ് ഗോപി ചെയ്ത ക്യാരക്ടറാണ് എനിക്ക്. എൻ്റെ ക്യാരക്ടറിന് വേറെ ആരെങ്കിലും വിളിക്കാൻ ഞാൻ പറഞ്ഞു ഞാനില്ല, എനിക്ക് മറ്റേത് മതി. ഓക്കെ. അപ്പോൾ സിബി പറഞ്ഞു ഇല്ല കുറച്ചും കൂടി. ഞാൻ പറഞ്ഞു അത് വേണ്ട, എനിക്ക് 5 ഹീറോയിനായിട്ട് കൺഫ്യൂഷൻ തീർക്കണം, എന്നുള്ള പാട്ട് പാടണം, എനിക്കത് മതി. അതിനകത്തൊരു ഹൈലൈറ്റ് ആയിട്ട് ഞാൻ അതാണ് നോക്കിയത്. ബാക്കിയൊന്ന് അതിന്നും ഒരു ഇത് തന്നെയാണ്. ഓക്കെ, അടിപൊളി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സമ്മറിൻ ബത്ലഹേം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. തീർച്ചയായിട്ടും വേണ്ട ചില വീട്ടുകാരല്ല. വേറൊന്നും കൊണ്ടല്ല, എന്താണ് റോയ് എന്നും എനിക്ക് മനസ്സിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. കാരണം അത് ഒരു വലിയൊരു റൈറ്ററുടെ വായിൽ നിന്നും കേട്ടിട്ടുള്ള വാക്കാണ്. സാക്ഷാൽ ലോഹിതദാസ് പറഞ്ഞിട്ടുള്ളതാണ്. ജയറാം എൻ്റെ പല സിനിമകളിലും ഇപ്പോൾ ജാതകം തൊട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തൂവൽ കൊട്ടാരത്തിലെ വേഷമൊക്കെ വേറൊരാൾക്കും ചെയ്യാവുന്നതാണ്. റോയാണ് ഞാൻ എഴുതിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ താങ്കൾ ചെയ്തതിൽ എന്ന് ലോഹി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ചേർത്ത്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, തിലഞ്ചേട്ടനെ പോലത്തെ ഒരു വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അത് ഫൈനൽ സ്റ്റാൻഡിങ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ. അതാണ് അത്. ഒരുപാട് പേരുടെ ഇപ്പം ജൂഡ് തന്നെ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞതാണ്, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ പോലത്തെ ഒരു സിനിമ എനിക്കുണ്ടാക്കണം. അങ്ങനത്തെ ഒരു സിനിമയുടെ ഒരു ഭാഗമാവണമെന്ന് കാളിദാസ് എന്ന് കണ്ണനും പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ അത് ഇത് 90s 60 പടങ്ങളാണ് 990 തൊട്ട് 2000 വരെ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാം ഒരുമാതിരി അല്ലേ, എല്ലാം റീവാച്ചബിൾ ആയിട്ടുള്ള സിനിമ. പിന്നെ നമ്മൾ ടി വിയിൽ കണ്ടു വളർന്ന പടങ്ങളാണ്. 60 പടങ്ങൾ 10 വർഷം കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്ന് അത്രയും നടക്കുന്നില്ലല്ലോ. ഒരിക്കലും നടക്കില്ല, ഒരിക്കലും പോസിബിൾ അല്ല. അന്ന് വർഷത്തിൽ 1-2 പടം. ഇന്ന് അത്രേ പറ്റുള്ളൂ. 2 പടം 3 പടം മാക്സിമം, അതിൽ കൂടുതൽ. അന്ന് എങ്ങനെയായിരുന്നു? അന്നത്തെ ജയറാമേട്ടൻ എങ്ങനെ അഭിനയിച്ചോടി നടക്കുമായിരുന്നോ? അങ്ങനെയല്ല, കിട്ടുന്ന എല്ലാം എടുക്കുമായിരുന്നോ അതോ? ഇല്ല, എന്നാലും എനിക്ക് നല്ലത് എന്നെ തേടി വന്നിരുന്നു. അതാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും വലിയൊരു കാര്യം. നല്ല ചുറ്റുപാടുള്ള ഈ ഒരേ സാധനം എല്ലായിടത്തും പറയാവുന്ന ആൾക്കാർക്ക് തോന്നും. എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളവരെയും എൻ്റെ അത് എനിക്ക് അതെന്തോ അതൊക്കെ തന്നെയായിരുന്നു എൻ്റെ വിജയം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ ചുറ്റും നിന്നവർ അത്ര നല്ല ഡയറക്ടേഴ്സ്, അത് സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, ആരെ ഉപദ്രവിക്കാതെ ഒരു ലൈൻ ഉണ്ടായിരുന്നു.
ഒരു ഫാമിലി മൂവീസിന്റെ Okay. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ലൈൻ കൂടെ അങ്ങനെ പോകും. അതെ 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 ഓക്കെ. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ പോലെ ഒരു പടം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും എവിടെ കൊണ്ടോ വേണമെങ്കിൽ നമുക്ക് ആശകളായിരം കമ്പയർ ചെയ്യാം. അതെ, ആശകൾ 1000-ലെ വീട്ടുകാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, അതില് ചിലകൻ ചേട്ടൻ ഒരു പക്ഷേ ഞാനായിരിക്കാം. ആണോ? അതെ, അല്ല ഞാൻ പറയാ, അതെ എവിടെ കൊണ്ടെങ്കിലും നമുക്കൊരു ഇതാണെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ ഒരുപാട് ആഗ്രഹിച്ച ആളാണ് ജൂഡ്. അങ്ങനത്തെ ഒരുപാട് ആഗ്രഹം. അപ്പൊ ഞാനതിന്റെ റിസംബ്ലൻസ് അല്ല പറയുന്നത്. ഇതിൽ കാളിദാസ് സിനിമ ആഗ്രഹിക്കുന്ന റീൽ ചെയ്യുന്ന ഒരു പയ്യനാണ്. ആ മേ ബി എനിക്കതാണ്, ഞാൻ അതിന്റെ പാട്ടില് പഴയ സിനിമയിലേക്ക് ഓഡിഷൻസ് കൊടുത്ത ഓർമ്മകളൊക്കെ ജയറാമേട്ടന് വന്നോ ഈ ക്യാരക്ടർ കാണുമ്പോ? ഞാൻ അങ്ങനെ ഒന്നും പോയിട്ടില്ല. കണ്ണൻ പോയിട്ടുണ്ട്. കണ്ണൻ ഓഡീഷനല്ല പോയിട്ടുള്ളത്, എന്നാലും ഈ ആക്ടിങ് ക്ലാസ് പോലെയും മറ്റേത് അങ്ങനെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഡയറക്ടറെ കാണാൻ പോയാലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. കൺഫ്യൂഷൻ തീർക്കണമേ ട്രെൻഡാണ്, ഇന്നും ട്രെൻഡാണ്. ജയറാമേട്ടൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാൻസ് കളിക്കാൻ ചാടി ഇറങ്ങുന്ന ഒരു പാട്ട് അതാണ്, അല്ലെങ്കിൽ ആരും ആദ്യം പാടുന്ന ഒരു പാട്ട് അതാണ്. അപ്പൊ 5 നായികമാരുടെ നടുക്ക് തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ വേറെന്തൊക്കെയാണ് ആ പാട്ട് പറയുമ്പോൾ ഓർമ്മ വരുന്നത്? അത് ഷൂട്ട് ചെയ്തപ്പോ അവസാനം വന്ന് ഇവര് എന്റെ ഡ്രസ്സ് ഓരോന്നായിട്ട് അഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരാൾ തലേതെടുത്ത്, ഒരാൾ കൂളിംഗ് ഗ്ലാസ് എടുത്തോണ്ട് പോകും, ഒരാൾ ഷർട്ട് അഴിക്കും. ലാസ്റ്റ് വെറും ഒരു വരെയുള്ളൊരു ഈ വലിയൊരു ഇതില്ലേ ഷോർട്സ്, ട്രാക്ക് പാന്റ് ആണ്. ട്രാക്ക് പാന്റ് ഇല്ല, മുട്ട് വരെയുള്ളത്. മനസ്സിലായി. അതെ, 3 വരെയുള്ള അങ്ങനത്തെ വരെയുള്ളത്. അത് മാത്രമായിട്ട് ഇട്ട് നിന്നിട്ട് അവസാനം അതിന്റെ ഒരു നാടയിൽ പിടിച്ച് ട്രക്ക് വലിക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്ന, അതെ അതിലാണ് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചു, പിന്നീട് വേണ്ടെന്ന് വെച്ചല്ലേ. അങ്ങനെ സീൻ ഉണ്ടായിരുന്നു. ഇത്ര നല്ലൊരു ഫാമിലി പടത്തിൽ അത് ആവശ്യമില്ലെന്ന് തോന്നുന്നു. കൺഫ്യൂഷൻ തീർക്കണമേ, റീസെന്റ് അങ്ങനെ കൺഫ്യൂഷൻ തീർക്കണമെന്ന് ജയറാമേട്ടന് ആസ് എൻ ആക്ടർ തോന്നിയ മൊമെന്റ് ചോദിച്ചാൽ ഇത് പറയും? മറ്റു ഭാഷയിൽ പോയിട്ട് പറയാൻ വേണ്ടി ബബ്ബ വെള്ളം കുടിക്കുമ്പോ വേണമായിരുന്നു കൺഫ്യൂഷൻ വേണമെങ്കിൽ പാട്ട് ഇപ്പോൾ ഈ നാഗചൈതന്യയുടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നു, തെലുങ്ക്. തമിഴ് പച്ച മലയാളം പോലെ പറയുന്ന ജയറാമേട്ടന് തെലുങ്കൊക്കെ സിമ്പിൾ ആയിരിക്കും അല്ലേ? കന്നഡ കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ. തെലുങ്ക് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ പറയാം. നമ്മൾ കാണാപ്പാടം പഠിച്ച് പറയാറുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ചെയ്തപ്പോൾ ബാഗുമതി എന്നൊരു സിനിമ ചെയ്തു, അതിൽ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു. നമ്മൾ അല്ലു അർജുൻ്റെ കൂടെ ചെയ്ത അലാ വൈകുണ്ഠപുരം ചെയ്തപ്പോൾ ചിലതൊക്കെ ഓർക്കം നമുക്ക് എത്ര പോയതാലും തലയിൽ കയറില്ല പഠിച്ചാലും. എന്നിട്ട് അവസാനം ഞാൻ അല്ലു അർജുനോട് തന്നെ പറഞ്ഞേ, എന്നിട്ടും എനിക്ക് തെറ്റുന്നു അത്, കാരണം വളരെ ക്ലോസ് ആയിട്ടാണ് ക്യാമറ വെച്ചിരിക്കുന്നു. എന്നിട്ട് ഈ പാവത്തിൻ്റെ നെഞ്ചിലും നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു ഞാൻ ഡയലോഗ്. എനിക്കൊരു വാക്ക് കിട്ടിയാൽ മതി, ആ വാക്ക് തലയിൽ കയറുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഒട്ടിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഒരു ഭസ്മം ഇട്ട പോലെ ഒരു പേപ്പർ നെറ്റിയിൽ ആ ഒരു വാക്ക്, ബാക്കി ഇത്തിരി വേറൊരു വാക്ക് നെഞ്ചിലും, അനങ്ങിയത് കാണും. സൈഡിൽ ക്യാമറ വെച്ചിരിക്കുന്നു. അങ്ങനെ ഞാനൊരു കോളറിൽ പിടിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം എന്നിട്ട് അടുത്ത ദിവസം വരുമ്പോൾ എന്നെ ഒരു പേപ്പർ മുഖത്തൊട്ടിച്ചിട്ട് വന്നു, എന്തുകൊണ്ട് എഴുതിക്കോളാം. വേണ്ട, അത് ഏതായിരുന്നു ഡയലോഗ്? കോളറിൽ പിടിച്ചിട്ട്? എനിക്ക് അതിന്റെ ഡയലോഗ് മറന്നുപോയി. സീൻ ഒരു വീട്ടിലാണ്, എൻ്റെ വീട്ടിൽ തന്നെ കോളറിൽ പിടിച്ചിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. അതെ അതെ, അതാണ് നെറ്റിയിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിതിന്റെ ഐഡിയ കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാല്, ചൈന ടൗൺ എന്നുള്ള സിനിമ ചെയ്തില്ലേ, അതിൽ ലാൽ സാറും ദിലീപും ഞാനും ഉണ്ട്. അപ്പം അതിൽ വില്ലനായിട്ട് അഭിനയിച്ച നമ്മുടെ ഗജനിയിലേക്ക് വില്ലൻ, അദ്ദേഹത്തിന് അങ്ങനെ മലയാളം വലിയ വശമില്ല. അപ്പോൾ പ്രോംപ്റ്റിങ്ങും പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളെ 3 പേരും ജയിലിന് പുറത്ത് കൊണ്ടുവന്നിട്ട് പുള്ളി ഇങ്ങനെ നടന്ന് പറയും, നിൻ്റെയൊക്കെ അച്ഛൻ ഇവിടെ വന്നിട്ട് വലിയ ആളാവെന്ന് നോക്കിയതാണ്, നീ ഒന്ന് ഇവിടെ നീ ഗോവയിൽ നിന്ന് ജീവനോടുകൂടി തിരിച്ചു പോകാൻ പറ്റും, നിൻ്റെയൊക്കെ കൗണ്ട് ഡൗൺ യുവർ ഡേയ്സ് എന്നൊക്കെ പറയുന്ന ഇൻ്റർവൽ പോർഷനാണ്. എന്ത് ചെയ്താൽ ശരിയാവുന്നില്ല. അങ്ങനെ അവസാനം ഞാനും ലാൽ സാറും ദിലീപും നിൽക്കുന്നുണ്ട്. ദിലീപിൻ്റെ നെഞ്ചത്ത് ലാൽ സാറിൻ്റെ മുഖത്ത് ഫുൾ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഇത് നോക്കിയാണ് പുള്ളി ഇങ്ങനെ വായിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം ആ ഐഡിയ ആണ് എനിക്ക് തോന്നിയത്. ഒട്ടിച്ചു വെച്ചത്. ഒരു ആശകൾ 1000 റൗണ്ടിലേക്ക് പോകാൻ പോകണേ. 1000 ആശകൾ ഒരു മനുഷ്യൻ എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും. അല്ല, അതിന് മുകളിലുണ്ടാവില്ല. പലരും പറയും എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിതം പോയാൽ മതി, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കരുത്, എന്തിനാണ് ഉള്ളത് വെച്ച് അങ്ങോട്ട് സന്തോഷമായിട്ടെന്നൊക്കെ പറയും. എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള ആയിരക്കണക്കിന് ആശകൾ. പിന്നെ അതില്ലാതെ പിന്നെ ലൈഫ് എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നത്? ജയറാമേട്ടൻ്റെ ഇപ്പോഴത്തെ 1000 ആശകളിലെ ഒരാശ ചോദിച്ചാൽ എന്ത് പറയും? ഒരുപാട് ആഗ്രഹിച്ചാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഒന്ന് കാണുന്നത്. അത് അടുത്ത് കണ്ടിട്ടുണ്ട്. അയ്യോ ഒരുപാട് ഭയങ്കര. സച്ചിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ തന്നെ തിരിച്ചുത്തരം പറഞ്ഞത്,
എന്നേക്കാൾ പ്രായത്തിൽ കുറവാണ്, അല്ലെങ്കിൽ ഞാൻ ആ കാലം തൊട്ട് വന്നിച്ചേനെന്ന് പറഞ്ഞു. വേറെ ഒന്നും കൊണ്ടില്ല, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ പേര് ഓർമ്മ വെച്ചു എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് എന്നെ അറിയില്ല, പക്ഷെ അവരൊക്കെ കാണുമ്പോൾ അങ്ങനെയല്ലേ പറയുള്ളൂ. ഐ നോ യു എന്നൊക്കെ പറയും. അതൊക്കെ എല്ലാവരോടും പറയുന്നതാണ്, നമുക്കറിയാം. അങ്ങനെ ഈ കല്യാൺ നവരാത്രി ഫെസ്റ്റിവലിന് അദ്ദേഹം ഉണ്ടായിരുന്നു ഒരു 3-4 വർഷം മുമ്പ്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി കല്യാണം. അവരും പിന്നെ പ്രഭു സാറുണ്ടായിരുന്നു, അദ്ദേഹം ആക്ടറാണ്, മലയാളത്തിൽ ചേരാൻ. ഹായ് ഞാൻ പറഞ്ഞു, ഞാൻ എത്രത്തോളം ഫാനാണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. തൊട്ടടുത്ത് ആ സംസാരം വിട്ടു. പലരും പലതൊക്കെ സംസാരിച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം എണിച്ച സ്ഥലത്ത് നിന്ന് എൻ്റെ അടുത്തേക്ക് വന്നിട്ട്, മിസ്റ്റർ ജയറാം, ഐ വാണ്ട് ടു ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു, എൻ്റെ പേര് 15 മിനിറ്റ് കഴിഞ്ഞ് മറന്നില്ലല്ലോ. നമ്മൾ തന്നെ ഒരാളെ പരിചയപ്പെട്ട് പെട്ടെന്ന് 15 മിനിറ്റ് നമ്മൾ ഓർത്തു പോവില്ല, നമ്മൾ ഓർക്കില്ല. അത് ചോദ്യം എന്തായിരുന്നു സച്ചിൻ്റെ? ഇല്ല, ഒരു ചോദ്യം, ഞാനിങ്ങനെ ഷട്ടിൽ കളിക്കുന്നതിനെ കുറിച്ചൊരു സംസാരം ഇവിടെ വന്നു. അപ്പോൾ അവിടെ ആരോ പറഞ്ഞിങ്ങനെ കളിക്കുന്നതിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ പുള്ളി ഇങ്ങനെ അടുത്ത് വന്നിട്ടാണ് ചോദിച്ചത്, യു പ്ലേ ഷട്ടിൽ എവറി ഡേ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്, സമയം കിട്ടുമ്പോഴൊക്കെ കളിക്കാറുണ്ട്. നിങ്ങളിങ്ങനെ അഭിനയിക്കുന്നവർക്ക് ഇതിനൊക്കെ സമയം കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ ഷട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം ഓൾസോ പ്ലേയിങ് നൗ, ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ്. ഇപ്പം ഞാൻ ക്രിക്കറ്റ് പോലെ തന്നെ എന്നും ഈവനിങ് ബോംബെയിൽ ഞാൻ ഷട്ടിൽ കളിക്കാനും പോകാറുണ്ട്. സച്ചിൻ സ്റ്റോറിയാണ്. ആന ഇനി വാങ്ങണം എന്ന് അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. എന്നാലും ഇപ്പോ നമ്മള് സ്വപ്നം കാണുക, ഈ ആന എൻ്റെ ആണെന്ന് രാത്രി സ്വപ്നം കണ്ടിട്ട് കിടക്കുക. അങ്ങനെ എത്രയോ ആനകളെ കാണാമല്ലോ നമുക്ക്. ഇഷ്ടമുള്ള എത്രയോ ആനകളുണ്ടല്ലോ. ഇപ്പൊ രാത്രി കിടക്കാൻ നേരത്ത് വിചാരിച്ചോളൂ, പാമ്പാടി രാജൻ എൻ്റെ ആനയാണ്, ഞാൻ അതിനെ കൊണ്ട് നടക്കുന്ന പോലെ സ്വപ്നം കണ്ടിട്ട് കിടന്നുറങ്ങിയാ പോരെ. എന്തായാലും നടക്കില്ല കാര്യം. അങ്ങനെയുണ്ട്. അത്ര ആനക്കമ്പോണ്ടല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട്. എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ, എന്നേക്കാൾ ആനക്കമ്പോൾ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് കേരളത്തിൽ. കേരളത്തിൽ ആനക്കമ്പം ഇല്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും പെരുമ്പാവൂരുന്നുണ്ടായതാണ്. എൻ്റെ നാടിന് കൊടുക്കാൻ പറ്റിയ ഒരു ഇതാണോ? തീർച്ചയായിട്ടും. കാരണം ഏറ്റവും കൂടുതൽ തടിമില്ലുകൾ, സ്വാമില്ലുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു പെരുമ്പാവൂർ. പെരുമ്പാവൂരും കല്ലായിയും, കോഴിക്കോട് കല്ലായിയാണ് ഏറ്റവും കൂടുതൽ ടിമ്പർ ബിസിനസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ടിമ്പർ ബിസിനസ് അന്ന് ഇതുപോലെ ക്രെയിനില്ല, ആനകളാണ്. എല്ലാ മില്ലുകളിലും ആനകളുണ്ടാവും. ഈ തടി വലിച്ച് കയറ്റാനും ടിമ്പറിൻ്റെ ഇതിന് വർക്കിന് മുഴുവൻ ലോറിയിലേക്ക് കയറ്റാനും. അതേപോലെ അന്ന് മില്ലുകൾ ഉണ്ടായിരുന്ന എല്ലാ ഓണേഴ്സിനും സ്വന്തമായിട്ട് കൂപ്പുണ്ടായിരുന്നു. ഈ കാട്ടിൽ നിന്ന് തടി ലേലത്തിന് കൂപ്പിൽ നിന്ന് വിളിക്കും. അപ്പോൾ കൂപ്പിലെ പണിക്ക് ആന വേണം. അപ്പോൾ ഇതിനൊക്കെ ആനയുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എത്ര ആനകളായിരുന്നു. പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ആനകളെ പിടിച്ചിരുന്ന സ്ഥലം, കോടനാട്. ആനകളെ കുഴി കുത്തി പിടിച്ചിരുന്ന കോടനാട് ആനക്കൂട് അവിടെയായിരുന്നു. 77-ലാണ് ആനപിടുത്തം നിർത്തുന്നത്. അപ്പോൾ അതുവരേക്കും അവിടെ എത്ര താപ്പാനകളുണ്ടായിരുന്നു, ആനയെ കുഴിയിൽ നിന്ന് കയറ്റുന്നത്. അപ്പോൾ ഇതൊക്കെ കുട്ടിക്കാലം തൊട്ട് കണ്ട് എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് വരുന്ന ആനകൾ, അതിനെ കുളിപ്പിക്കാൻ പോകുമ്പോൾ അതിൻ്റെ പുറകെ പോവുക. സ്കൂളിൽ പോവില്ല, അതിൻ്റെ പുറകെ തന്നെ നടക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് ആനക്കാരൻ എന്നാൽ പിന്നെ ഇത് പിടിച്ചോളാൻ പറഞ്ഞിട്ട് ഒരു അതിൻ്റെ ശർക്കരയൊക്കെ വെച്ചിട്ട് ഒരു ചാക്കും ഒരു മറ്റേ തോട്ടി എന്തെങ്കിലും കയ്യിലേക്ക് കയറും. അതൊക്കെ വലിയ അഭിമാനമാണ്. ആനയുടെ പിടിച്ചോണ്ട് പുറകിലേക്ക് പോകുന്നു. കുളിപ്പിക്കാൻ കുറേ ചകിരിയൊക്കെ ആയിട്ട് എല്ലാം കൂടി ചാക്കിൽ വെച്ച് കെട്ടിയിട്ട് ചാക്ക് ഉണ്ടാവും. അത് തരും, അത് തോളത്തിട്ടുകൊണ്ട് ഇന്നൊക്കെ വലിയ ഇത് കിട്ടിയതിന് തുല്യമാണത്. അതൊക്കെ അതേപോലെ വലിയ വലിയ ചണ്ടക്കാർ വരുമ്പോൾ അവർക്ക് വെള്ളവും മോരൊക്കെ കൊണ്ട് കൊടുക്കുക. എന്നിട്ടത് എനിക്കിതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടം ഒരു തുള്ളി മാറിയിട്ടില്ല. പോകാൻ പറ്റില്ലല്ലോ, പോകാൻ പറ്റുന്നുണ്ട്. ഞാൻ ചെണ്ട പൊട്ടിട്ട് ഉത്സവപ്പറമ്പിൽ പോയിട്ട് അത് കാണുന്നുണ്ട്. എന്നാലും ആനയെ കുളിപ്പിക്കാൻ അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. കുളിപ്പിക്കാനൊക്കെ ഞാൻ ഈ അടുത്ത ഇവിടെയൊക്കെ പോകുമ്പോൾ എനിക്ക് എൻ്റെ ആനയെ തന്നെ അങ്ങനെ കുളിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതില്ല, അവസരം കിട്ടിയേ പോകും. അപ്പോൾ 90കളിലേക്ക് തിരിച്ചു വന്നു. നമുക്ക് 1990s ആക്ടർ ജയറാമിൻ്റെ 1000 ആശകളിൽ ഒരാശ ഓർത്തെടുക്കാൻ പറഞ്ഞാൽ എന്തായിരുന്നിരിക്കാം? ഒന്നുമില്ല. 92-ൽ ഞങ്ങളുടെ കല്യാണം, അത് 90s ആഗ്രഹിച്ചൊരു കാര്യം തന്നെയാണ്. 93 ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് മോൻ ജനിക്കുന്നു. അത് ആ 90s ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. 2 വർഷം കൂടി കഴിഞ്ഞ് മോള് ജനിക്കുന്നു, അതും ഏറ്റവും ഇതുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ 90s ഞങ്ങളുടെ 90s ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹം മദ്രാസിൽ. അത് അങ്ങനത്തെ കുറച്ച് എല്ലാ കാര്യങ്ങളും നടന്നത് 90s ആണ്. ഒരുപാട് ഓർമ്മകളാണ്. 1000 ആശകളിലെല്ലാം നടന്നു. അതെ, സൂപ്പർ. ഉർവശി മാമുമായിട്ട് വീണ്ടും അഭിനയിക്കുകയാണ്. അപ്പം നിങ്ങൾ തമ്മിലുള്ള റാപ്പ് അന്നത്തെ അതുപോലെ തന്നെയാണോ? ഇപ്പോഴത്തെ റാപ്പ് എങ്ങനെയാണ്? അല്ല, ഈ ഉർവശി അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് കറക്റ്റാണ്. ഭാഗ്യരാജ് സാറിൻ്റെ ഒരു 50 വർഷത്തൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഉർവശി സ്റ്റേജിൽ പറഞ്ഞ് കറക്റ്റാണ്. ഉർവശി ഒരുപാട് കാര്യങ്ങൾ റിഹേഴ്സൽ പറയുന്നത് മറന്നുകൊണ്ടേക്കില്ല. ഓക്കെ, അത് നല്ലതാണോ? നല്ലതാണെന്ന് വെച്ചാൽ റിഹേഴ്സലിന് ഒരു ടൈപ്പിൽ കാണിക്കും, ഞങ്ങളെല്ലാവരും ചിരിക്കും. അത് കഴിഞ്ഞിട്ട് വേറെ ടൈപ്പിൽ അടുത്ത റിഹേഴ്സലിന് കാണിക്കും.
ഇതെല്ലാം കഴിഞ്ഞ് ടേക്കിന് ചെയ്യുമ്പോൾ വേറെ ചെയ്യും. അപ്പം ഞാൻ പറയും ഇല്ലല്ലേ കട്ട് സാർ, റിഹേഴ്സൽ ചെയ്ത് എന്ത് ഭംഗിയായിരുന്നു. അങ്ങനെ ഉർവശി തന്നെ പറയും ഒരുപാട് പ്രാവശ്യം ജയറാമത് എടുപ്പിച്ചത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതെ അതെ. അങ്ങനെ ഉർവശിക്ക് എത്ര സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന സിനിമകളൊക്കെ എൻ്റെ കൂടെയാണ്. മഴവിൽ കാവടി, തലയണ മന്ത്രം. അപ്പൊ ഇത് വീണ്ടും വീണ്ടും ജയിപ്പിച്ച് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ജയറാമേട്ടനാണെന്നാണ്. അതാണ് അന്ന് സ്റ്റേജിൽ പറഞ്ഞതാണ്. ഞാനെല്ലാം മറന്നു പോവും, പക്ഷെ അത് നന്നാക്കി എനിക്ക് തരുന്നത് ജയറാമാണെന്ന് പറഞ്ഞിട്ട്. അത് എന്താ വെച്ചാൽ അത് അത്രയും നല്ലൊരു ആക്ട്രസ്സാണ്. അവർക്ക് വേറെ ടൈപ്പ് പറഞ്ഞാൽ വേറെ ടൈപ്പിൽ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ രസകരമായിരിക്കും. ഞങ്ങൾ തന്നെ ചിരിച്ചിട്ട് എത്രയോ ടേക്ക് ആവാറുണ്ട്. പഴയ ഭയങ്കരമായിട്ട് കൺവേ ആവും ഒരു കാര്യം. ഇപ്പോൾ ടേക്കിന് മുമ്പ് എല്ലാം ചിലപ്പോൾ റിഹേഴ്സൽ ഉണ്ടാവില്ല. ടേക്കിന് കുറച്ചുകൂടി ഇതായിട്ട് പൊടിയെന്ന് വിളിക്കുക, പൊടിമോൾ എന്നാണ് പേര്. അപ്പോൾ പറയുമ്പോഴത്തേക്ക് അത് ഉർവശി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അവസാനം ഇങ്ങനെ ചെയ്യാം. ഡയറക്ടർ ചിരിച്ചിട്ടാണെങ്കിൽ കട്ട് പറഞ്ഞിട്ട് പറയും ഇതെവിടെ നിന്നാണ് ഇപ്പം ഇത്ര നേരം റിഹേഴ്സലൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഞങ്ങൾ തമ്മിൽ അന്നത്തെ റാപ്പ് എപ്പോഴും ഉണ്ട്. ഈ പടം എങ്ങനെ ആയിരിക്കും, എന്തായിരിക്കും? ആ പടം ഒരു നല്ല ഒരു തമാശ ഇതിലുള്ള സിനിമയാണ്. അപ്പോൾ അത് ഷൂട്ടിംഗ് സമയത്ത് തന്നെ നല്ല ചിരിയും കളിയായിട്ട് പോകുന്നതുകൊണ്ട് അതെനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആവുന്നുള്ളതാണ് എനിക്ക്. പിന്നെ ആ ഡയറക്ടർ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള ഡയറക്ടറാണ് പാണ്ഡ്യരാജ്. എല്ലാ ജോണലുള്ള സിനിമ എടുക്കുന്ന ആളാണ്. അദ്ദേഹം സൂര്യ വെച്ചെടുത്തിട്ടുള്ളതാണെങ്കിലും വിജയ് സേതുപതി വെച്ച് എല്ലാ പടങ്ങളും ഹിറ്റുമാണ്, ഭയങ്കര ഇതാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റ്, ഓൾറെഡി ഒരു ബ്രില്യൻ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ അഭിനയിച്ചാൽ മാത്രം മതി, അത് അഭിനയിക്കണ്ട, നമ്മളൊന്ന് ബിഹേവ് ചെയ്താൽ മാത്രം മതി. അതിനകത്ത് അങ്ങനെ ഹ്യൂമർ ഉണ്ട്. അതാണ്. ജയറാമേട്ടൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവാം. ദൈവമേ, അതിനെക്കുറിച്ച് ചോദിക്കില്ല. ഇതൊന്നും ചെയ്യണം ഞാനല്ല. അല്ലല്ലേ, എനിക്കിതൊക്കെ വളരെ ഞാൻ ഇതിൽ നിന്നൊക്കെ പുറകോട്ടാണ്. എന്നാലും പാർവതി മാം റീസെന്റ് ഡാൻസ് കളിച്ച ഒരു വീഡിയോ ഉണ്ട്, വരാഹരൂപം. വരാഹരൂപം, അതെ. പിന്നെ അപ്പൊ അത് ഒരു ജയറാമേട്ടന് തന്ന ഒരു ട്രിബ്യൂട്ടാണോ? അല്ല, ശരിക്കും ആ ഇതിന് വേണ്ടിയിട്ട് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, കന്നഡത്തിൽ നമ്മുടെ കാന്താര ചെയ്ത മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹമായിട്ട് സംസാരിച്ച് ഋഷഭ് ഷെട്ടിയായിട്ട് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് ഋഷഭ് ഷെട്ടി അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ഋഷഭ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഫാമിലി, ഋഷഭിൻ്റെ വൈഫ് അശ്വതി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ വരാഹരൂപം ശരിക്കും എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഋഷഭ് തന്നെയാണ് ചോദിച്ചത്, മാം ഒരു ഡാൻസർ അല്ലേ, ഒന്ന് ചെയ്യൂ, ഞങ്ങളെല്ലാം ഇത് ചെയ്യാം. അത് ശരി ചെയ്യാം ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് പോയിട്ട് ചെയ്തതാണ്. മറ്റേ ഞാൻ ഇതിൽ നിന്നൊക്കെ വളരെ പുറയില്ല. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ പോസ്റ്റ് ഇടുന്നത്, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടണമെങ്കിൽ ആരെങ്കിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യണം, അല്ലാണ്ടൊന്നും ഞാനായിട്ടതൊന്നും ഇല്ല. എന്നാലൊരു ഫോട്ടോ കാണിക്കാം, ഇപ്പം എന്താണ് ഓർമ്മ വരുന്നതെന്ന് പറയണം. ഇത് ഞങ്ങളുടെ 80s പ്രാവശ്യത്തെ പുലി ഡ്രസ്സ്. ഞങ്ങളുടെ ഡ്രസ്സാണ്. പുലിയാണ്, അല്ല ഒരു വന്യ ഇതായിരുന്നു ഉദ്ദേശിച്ചത്. അതില് ബാക്കി എല്ലാവരും പുലിയാ, ഞാൻ മാത്രമേ കടുവയുള്ളൂ. ഒരു കടുവാത്തോലായിട്ട്. കടുവാത്തോലാണ്, ബാക്കിയെല്ലാവരും പുലിയാണ്. അതാണ്, ബാക്കിയെല്ലാം പുലിയാ. പുലി ഡ്രസ്സ് കിട്ടാഞ്ഞിട്ടാണോ അതോ കടുവ ആവാൻ? എന്റെ മരുമോൻ അവിടെ നിന്ന് മറ്റേ ഇംഗ്ലണ്ടിൽ പോയപ്പോ കൊണ്ടുവന്ന, അത് കൊണ്ടുവന്നല്ല, അവിടെ പോയപ്പോ തണുപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു കടയിൽ പോയിട്ട്, ആ ജാക്കറ്റാണത്. അപ്പോൾ ജാക്കറ്റ് മേടിക്കാൻ കടയിൽ എനിക്ക് എൻ്റെ സൈസിനുള്ളത് കിട്ടുന്നില്ല, പലതും നോക്കിയപ്പോൾ അവസാനം കിട്ടിയത് വിത്ത് വാലുള്ളൊരു പുലിയുടെ ഇതാണ്. ആ വാല് കട്ട് ചെയ്ത് കളയാനും പറ്റില്ല. ഈ വാലുമായിട്ട് ഇത് സിബ് ഇട്ട് കഴിഞ്ഞിട്ട് തലയിൽ സാധനം കമത്തിയിട്ട് ഇംഗ്ലണ്ട് മറ്റേ മാഞ്ചസ്റ്ററിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ ആൾക്കാർ നോക്കി ചിരിക്കുക, ഒരു മനുഷ്യൻ പോണ ഒരു വാലുമായിട്ട്. ഞാൻ പിന്നെ അത് കട്ട് ചെയ്യേണ്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞു. ജയറാമേട്ടൻ്റെ സ്റ്റേജിലെ കഥകൾ ഭയങ്കര കഥകളായിരിക്കും. ഏത് ലോഞ്ചും പരിപാടി ഉണ്ടെങ്കിലും സ്റ്റേജിൽ എന്താണ് കഥ വരാൻ പോണേന്ന് നമ്മൾ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് പ്ലാൻ ചെയ്ത് പോകുന്നതാണോ അതോ അവിടെ അടുത്തടിക്കുന്നത്? അവിടെ വെച്ച് എന്തെങ്കിലും അതിൽ ഉദ്ദേശിച്ചത് മറ്റേതാണോ? കുറേ കഥകളുണ്ടല്ലോ. അപ്പോൾ റീസെൻ്റ്ലി പിന്നെ കൈരളിയുടെ പരിപാടിക്ക് മമ്മൂക്കയുടെ ഒരു കഥ പറഞ്ഞു, മറ്റേ ഷാള് പറക്കുന്നതും ചുറ്റുന്നതും. അത് നടന്നതാ. ഇതിൽ എത്ര ശതമാനം ഇമാജിനേഷൻ ഉണ്ടാവും? ഇമാജിനേഷൻ അത് മമ്മൂക്കയുടെ ഇതിൽ ഒരു എനിക്ക് തോന്നുന്നു ഒരു 20% ഉള്ളൂ ഇമാജിനേഷൻ. ഇല്ല, 90% ഒറിജിനല്ല. ഇവിടെ വെച്ച കൈരളി ടിവിയുടെ ഉദ്ഘാടനത്തിന് അത് ഭയങ്കര കാറ്റായിരുന്നു. അപ്പോൾ ആ ഷോള് ഞാനാ ഇടിയിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ് ഇടിയിച്ചതാണ്. ആദ്യം ജുബയും മുണ്ടും മാത്രമായിരുന്നു മമ്മൂക്ക ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഞാൻ ചോദിച്ചു, ആ കട്ടിലൊരു ഷോള് കിടക്കുന്നുണ്ടല്ലോ മമ്മൂക്ക, അതൊന്നും വേണ്ടെന്ന്. ഞാൻ പറഞ്ഞു അതും കൂടി വേണം. അതൊരുമാതിരി വലിയ പാമ്പ് പോലെ കഴുത്തിലിങ്ങനെ തൂക്കി. ഞാൻ പറഞ്ഞു നമുക്ക് അത് ഒരു കേരളീയ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതാണ്, അത് വേണം അത് എന്ന് പറഞ്ഞ് ഞാനാണ് നിർബന്ധിച്ചത് കഴുത്തിലിടിച്ചത്. അവിടെ ഭയങ്കര കാറ്റായിരുന്നു. ആ കാറ്റത്ത് ഇതിങ്ങനെ ഇപ്പുറത്തെ കൂടെ ചുറ്റും. അത് പുള്ളി നേരെയാക്കിയപ്പോഴത്തേക്ക് ഒന്ന് കാറ്റിൽ ഇപ്പുറത്തേക്ക് അങ്ങനെ കഴുത്തിലൊരു വലിയ മലമ്പാമ്പിനെ പിടിച്ചിട്ട പോലെ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും
ഞാൻ ഓടി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇറങ്ങി വന്ന ഫസ്റ്റ് ചീത്ത എനിക്ക് കിട്ടുന്നത് പക്ഷെ നമുക്ക് പറയേണ്ടത് ഇതൊക്കെ ജയറാമിന്റെ നുണകളാണെന്ന് പറഞ്ഞൊഴിവാക്കുന്നുണ്ട്. ഓക്കെ, മമ്മൂക്ക അതിൽ ചോദിക്കുന്നുണ്ട്, കന്നഡത്തിൽ അഭിനയിച്ചു, തമിഴിൽ അഭിനയിച്ചു, തെലുങ്കിൽ അഭിനയിച്ചു, ഇനി ഹിന്ദിയിൽ അഭിനയിക്കാണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദിയിൽ നിന്ന് സ്ക്രിപ്റ്റുകൾ വന്നിട്ട് എടുക്കാത്തയാണോ, വെയിറ്റ് ചെയ്യാണോ? അങ്ങനെയില്ല. ഹിന്ദിയിൽ അഭിനയിക്കാൻ ചാൻസ് എനിക്ക് എപ്പോഴാണ് കിട്ടുന്ന അറിയാമോ? ഏകദേശം ഒരു 10, 20, 25 വർഷം മുമ്പാണ്. 25 എൻ്റെ മകൻ ജനിച്ച സമയം 30 വർഷത്തിന് മുകളിലായി. 90s. അതെ അതെ അതെ. അന്ന് ബാലു മഹേന്ദ്ര സാറ് എന്നെ വെച്ചൊരു തമിഴ് സിനിമ ചെയ്യുന്നുണ്ടായിരുന്നു, ജൂലി ഗണപതി. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത്, അതിൻ്റെ തുടങ്ങുന്നതിന് മുമ്പാണ് കണ്ണൻ ഇവിടെ ജനിച്ച സമയമാണ് എറണാകുളത്ത്. അപ്പോൾ പുള്ളി കാണാൻ വേണ്ടിയിട്ട് നിറയെ ഉടുപ്പും സാധനങ്ങളൊക്കെ ആയിട്ട് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. എറണാകുളത്ത് വീട്ടിൽ വന്നിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ച് ഇറങ്ങാൻ നേരത്ത് ബാലുമഹേന്ദ്ര സാർ ചോദിച്ചു, ആർ യു കംഫർട്ടബിൾ ഇൻ ഹിന്ദി? ഞാൻ ചോദിച്ചു, ഒട്ടും കംഫർട്ടബിൾ അല്ല സാർ. ഒഴിവാക്കിയതാണ്. എനിക്ക് ഒട്ടുമില്ല. ഇല്ല, ഞാൻ ഇത് ചെയ്തില്ലേ, തൂവൽ സ്പർശം, 3 Men and a Baby, ഒരു കുട്ടിയെ ഞങ്ങൾക്ക് കിട്ടും, ഓർമ്മയില്ലേ തൂവൽ സ്പർശം എന്നുള്ള സിനിമ? അത് സെയിം സാധനം അദ്ദേഹം ഹിന്ദിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, റീമേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ വേണ്ട സാർ, എന്നെ വെറുതെ അവിടെ കൊണ്ടുപോയിട്ട് സാറ് തന്നെ എന്നെ ചീത്ത വിളിച്ച് അവിടെ നിന്ന് ഓടിക്കും എന്ന് പറഞ്ഞ് ഹിന്ദി സംസാരിക്കാറ്. അന്ന് ഞാൻ അതിൽ നിന്നൊന്ന് ഒഴിഞ്ഞു മാറി. പിന്നെ ആ സിനിമ എങ്ങനെയാണ് പോസിബിളായി എനിക്കറിയില്ല, ആരൊക്കെയാണ് ചെയ്തെന്നില്ല. അന്ന് എനിക്ക് തോന്നുന്നു മെയിൻ വേഷം, ഞാൻ ചെയ്ത വേഷം അമീർ ഖാനായിരുന്നു ചെയ്യാറുള്ളത്. ഇപ്പോൾ പാൻ ഇന്ത്യൻ ഓഫറുകളുടെ സ്ക്രിപ്റ്റുകളുടെ കൂട്ടത്തിൽ ഹിന്ദി വരുന്നുണ്ടോ ബോളിവുഡ്? ഇല്ല, പിന്നെ വന്നിട്ടില്ല. പിന്നെ നമ്മുടെ വിദ്യാബാലൻ എൻ്റെ നല്ല സുഹൃത്താണ്. കാരണം ഞങ്ങൾ ഒരുമിച്ചൊരു തമിഴ് സിനിമ ആദ്യം ചെയ്യായിരുന്നതാണ്, നടന്നില്ല. പിന്നെയാണ് അവർ ഹിന്ദിയിലൊക്കെ. വിദ്യാബാലൻ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്, നമുക്ക് രണ്ടുപേർക്കും ഒരു മൂവി ചെയ്യണം, ഞാൻ വിളിക്കും, അതൊക്കെ പറയാം. പക്ഷെ കിടിലൻ ഹിന്ദി പാട്ട് പാടുന്നുണ്ട്. ഞാനില്ല, കല്യാണ പരിപാടിക്ക് പാടിയല്ലേ? അതില് ഒരുപാട് പേരുണ്ട്. അജയ് ദേവനുണ്ട്. അതെ അതെ, എല്ലാവരും ഉണ്ടായിരുന്നു. അതെ അതെ. ഹിന്ദി പാട്ട് ഇഷ്ടമാണോ, പാടാറുണ്ടോ? അപ്പൊ അവിടെ ഇവരെല്ലാരും വന്നോണ്ട് പാടിയതാണ്? അവരെല്ലാം പെട്ടെന്ന് അന്നൊരു തട്ടിക്കൂട്ടി പെട്ടെന്ന് പാടിയതാ. ഹിന്ദി എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ റഫി സാബിൻ്റെയൊക്കെ പാട്ടുകളുണ്ടെങ്കിലും എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും സ്വാധീനിച്ചത് കിഷോർ കുമാറായിരുന്നു. ഓക്കെ, ആ സൗണ്ടിൽ പാടുമോ? അങ്ങനെയില്ല. കിഷോർ കുമാർ എനിക്ക് ഭയങ്കര, കാരണം ഒരുമിച്ച് ഒരു സ്റ്റേജിൽ മിമിക്രി ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല അന്ന്. അന്ന് യേശുദാസ് കിഷോർ കുമാർ നൈറ്റ് എറണാകുളത്ത് നടന്നു. കിഷോർ കുമാർ വന്നോ? അന്ന് ദാസേട്ടൻ്റെ കൂടെ ഇന്റർവ്യൂവിൽ ഞാനാണ് മിമിക്രി. ദാസേട്ടൻ്റെ ഗാനമേളയുടെ കൂടെ ഞാൻ മിമിക്രി ചെയ്യുന്നു. അപ്പോൾ ദാസേട്ടൻ്റെ അവർ തന്നെയാണ് പറഞ്ഞത്, ആദ്യം ദാസേട്ടൻ 6 പാട്ട് പാടും, അത് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് ഉണ്ട് കിഷോറിൻ്റെ സ്റ്റേജൊക്കെ സെറ്റ് ചെയ്യാൻ. ആ സമയത്ത് ജയറാം മിമിക്രി ചെയ്തോളൂ, അവർ തുടങ്ങുന്നവരേക്കും. അവസാനത്തെ 6 പാട്ടും ദാസേട്ടൻ പാടി അവസാനിപ്പിക്കും. അപ്പം ഞാനിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക. ആലോചിച്ചു, 2 ലെജൻസിൻ്റെ ആ പ്രോഗ്രാമിൽ നടുക്ക് അത് നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ വെൽ സെറ്റിൽഡ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് എല്ലാം കഴിഞ്ഞ് ദാസേട്ടൻ്റെ ഓർക്കസ്ട്രയൊക്കെ മാറി അവർ എല്ലാം സ്റ്റേജ് സെറ്റ് ചെയ്യാനൊക്കെ ഒരു 1/4-3 മണിക്കൂറൊക്കെ വേണ്ടി വരുമെന്ന് ചോദിച്ചു. ഇതൊന്നുമല്ല, ആ കാലഘട്ടത്ത് തന്നെ എല്ലാം വീല് വെച്ചിട്ടുള്ള അടിയിൽ, ഇപ്പോൾ ഡ്രംസിൻ്റെ ഇതാണെങ്കിലും മറ്റേതാണെങ്കിലും എല്ലാം അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 1 സെക്കൻഡ് ഈ പറയുന്ന നേരം ദാസേട്ടൻ്റെ അപ്പം തന്നെ ഇത് കൊണ്ട് വെക്കുന്നു. വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ സാക്സഫോൺ അങ്ങോട്ട് ഇവിടുന്ന് വായിച്ചു തുടങ്ങി. മേരെ സപ്പനൊക്കെയുടെ തരതരതാത്. അപ്പം ഞാൻ നോക്കുമ്പോൾ എവിടെ കിഷോർ കുമാർ? സ്റ്റേഡിയത്തിൻ്റെ നേരെ ലൈറ്റ് അങ്ങോട്ട് ഫോക്കസ് ചെയ്തു. നേരെ സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ നിൽക്കുന്നു വിത്ത് തൊപ്പിയൊക്കെ ആയിട്ട്. അദ്ദേഹം, വൈഫ്, മോന് എല്ലാവരും അവിടെ നിന്ന് പാടിയും ഇറങ്ങുമായിരുന്നു. കസേരകളൊക്കെ മാറ്റി കൊടുത്തു. എവിടെ അപ്പം മിമിക്രി മിമിക്രിയിലൊന്നുമില്ല, അവിടെ നിന്ന് ഓടിക്കോളാൻ പറഞ്ഞു. പുതിയ ശബ്ദങ്ങൾ പഠിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന്. ലേറ്റസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ പുതിയത്? ഇല്ല കേട്ടോ, ഇല്ല. പുതിയ പിള്ളേരെ ആരെങ്കിലും? ഇല്ല. ഏറ്റവും ലാസ്റ്റ് ഞാൻ കാണിച്ചെങ്കിൽ സഞ്ജു സാംസനെ മാത്രമാണ്. സഞ്ജുന് നമ്മുടെ ഇതിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അത് തന്നെ വേറെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. ഇല്ല. ഓക്കെ, 90s നമ്മൾ 90s കിഡ്സ് എന്ന് പറയും, മില്ലേനിയൽസ്. നമ്മൾ കണ്ട് വളർന്നത്, ടി വിയിൽ കണ്ട ജയറാമേട്ടൻ്റെ പടങ്ങളാണ്. നമുക്ക് രോമാഞ്ചാണ് ജയറാമേട്ടൻ്റെ പടങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പം ഒരു ഡിബേറ്റ് ഉണ്ട്, 90s പ്ലസ് ജെൻസി.
അപ്പൊ 90s ജെൻസിക്കാർ അമ്മാവന്മാരാണെന്ന് പറഞ്ഞ് ജെൻസി എന്താ ശരിക്കും? ജെൻസി ഇപ്പത്തെ ജനറേഷൻ അതാണ്, അല്ല തന്ത വൈബാണോ? തന്ത വൈബ് എന്ന് അത് തന്ത വൈബ്, ഞാനൊക്കെ പറഞ്ഞാൽ തന്ത വൈബല്ലേ. 90s തന്ത വൈബ് എന്ന് വിളിക്കുന്നുണ്ട് ജെൻസിക്കാര്. അപ്പൊ അതിൽ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. അതെ, എന്തിനീ പടത്തിൽ തന്നെ എന്നെ വിളിക്കുന്നുണ്ട് തന്ത വൈബ് എന്ന്. ആശയങ്ങളിൽ തന്ത വൈബും ജെൻസി വൈബും വരാറുണ്ടോ? ആശയങ്ങളിലൊക്കെ ഇപ്പോഴും ജെൻസി തന്നെയാണ്. അതിനേക്കാൾ ചെറുതലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. മറ്റേ കണ്ണദാസൻ പറഞ്ഞ വയസ്സാണ്. തമിഴിൽ ഇങ്ങനെ പറയും, പിറക്കര വയതൊന്ന് കടലാതിലേ വരും വയതിന്നൊന്ന് പള്ളിക്കൂടത്തിൽ സേക്കറത്തുക്കാക சொல்லும் பொய் வயதொன்று வேலையை கிடைக்கிறதுக்காக சொல்லும் பொய் வயதுகள் எத்தனையோ ஒருத்தர் உங்களை பார்க்கும்போது சொல்லும் வயதொன்று இதுக்கு எல்லாத்தபடியும் மேலே உங்கள் மனசு சொல்லும் ஒரு வயது இருக்குல்லே, അതാണ്, அதுதான் வயது. அப்படி பார்த்தால் ജെൻസിക്കും താഴെ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ചു. അടിപൊളിയെ. ആ നോട്ടിൽ നമ്മൾ ഇന്റർവ്യൂ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ February 6th സിനിമ കണ്ടിട്ട് വിളിക്കണം. റാഫി തീർച്ചയായിട്ടും കണ്ടിട്ട് ഉറപ്പായിട്ടും കാണും. താങ്ക് യു. പടം സൂപ്പർ ഹിറ്റ് ആവട്ടെ. താങ്ക് യു സോ മച്ച് റാഫി.